2007 T20 വേൾഡ് കപ്പിൽ സെപ്റ്റംബർ 12 ഒരു മത്സരം നടന്നിരുന്നു. കേപ്പ് ടൗണിൽ വെച്ചാണ് നടന്നത്, സൗത്ത് ആഫ്രിക്കയിലെ. അന്ന് കരുത്തരായ ഓസ്ട്രേലിയ, അതും ഗിൽക്രിസ്റ്റും മിച്ചൽ ജോൺസണും റിക്കി പോണ്ടിങ്ങും ഒക്കെ അടങ്ങുന്ന ഓസ്ട്രേലിയയെ സിംബാബ്വെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. അപ്പോൾ അതൊരു അന്നത്തെ ഒരു അത്ഭുതമായിരുന്നു. കാര്യം ബൗളർമാരിലും ബാറ്റർമാരിലും ഇത്രയും കരുത്തന്മാർ അണിനിരന്ന ടീമിനെയാണ്, വേൾഡ് ക്ലാസ് ടീം, അതെ, മൈക്ക് ഹസി എല്ലാവരും ഉണ്ട്, ഈ അടങ്ങുന്ന ടീമിനെയാണ് സിംബാബ്വെ തോൽപ്പിച്ചതെന്ന് ബ്രണ്ടൻ ടൈലറുടെ സിംബാബ്വെ, അതെ, അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിലൂടെയാണ് അവർ സിംബാബ്വെ ജയിക്കുന്നത്. അന്നൊരു വലിയ അട്ടിമറിയായിരുന്നു. കാര്യം ഓസ്ട്രേലിയയെ പോലെ അന്നത്തെ കരുത്തരായ ഒരു ടീമിനെ, 2007 ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിനെ, ഏകദിന ലോകകപ്പ് അല്ലെങ്കിൽ നമ്മള് അതെ T20 നമ്മൾ തന്നെയാണ്. അപ്പോൾ ഏകദിന ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിനെ, അത്ര കരുത്തന്മാരായ ടീമിനെ സിംബാബ്വെ 138 റൺസിന് പുറത്താക്കുന്നു. 139 അടിച്ച് ജയിക്കുന്നു. അവസാനത്തെ ഓവറിലാണ് ജയിക്കുന്നത്. ബ്രണ്ടൻ ടൈലറാണ് ആ ജയത്തിന് കാരണമായത്. 2026 19 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതെ, വീണ്ടും ഓസ്ട്രേലിയ ഒരു അത്ഭുതം പറഞ്ഞിരിക്കുന്നു. അതെ, സിംബാബ്വെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതായത് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, 19 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 19 വർഷങ്ങൾക്കിടയിൽ ഈ ടീമുകൾ ഏറ്റുമുട്ടിയ 2 മത്സരങ്ങളാണ് T20 ലോകകപ്പിൽ നടന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമായ ഓസ്ട്രേലിയക്ക് T20 ലോകകപ്പിൽ സിംബാബ്വെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സ്റ്റാറ്റ്സും ഇവിടെ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു സ്റ്റാറ്റ്സ് ഉണ്ട്. അതായത് ആകെ 2 കളിയാണ് കളിച്ചത്, 2 കളിയിലും ഓസ്ട്രേലിയ പരാജയപ്പെട്ടു. അപ്പം ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞന്മാരെ എന്ന് വിളിക്കാൻ നമുക്ക് ഒരു ടീമിനെയും പറ്റില്ല എന്ന് തെളിയിക്കുന്ന ഒരു മത്സരമാണ് ഇന്ന് നടന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊരു അത്ഭുതത്തിൻ്റെ ജയമൊന്നുമല്ല. സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം ബൗളിങ്ങിലായിക്കോട്ടെ ഫീൽഡിങ്ങിലായിക്കോട്ടെ എല്ലായിടത്തും കൃത്യമായ ഡിസിപ്ലിനോട് കൂടി ആണ് അവർ കളിച്ചത്. അല്ലാതെ വെറുതെ ഒരു ജയമൊന്നും ആയിരുന്നില്ല ഇന്നത്തെ. അതെ, നമുക്ക് മത്സരത്തിലേക്ക് വരാം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ 169 റൺസാണ് അടിച്ചു കൂട്ടിയത്. അവർക്ക് 2 വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടമായത്. ആ സമയത്ത് കമൻട്രി പറഞ്ഞൊരു കാര്യമുണ്ട്, സിംബാബ്വെ കുറഞ്ഞതൊരു 50 റൺസ് ഷോട്ടാണ്. അവർ പറഞ്ഞത് സത്യമാണ്. കാരണം സിംബാബ്വെ തുടക്കത്തിൽ ബാറ്റ് ചെയ്ത രീതി വെച്ച് നോക്കുമ്പോൾ സിംബാബ്വെ ഒരു 200 മുകളിലൊരു റൺസ് സ്കോർ ചെയ്യും എന്ന് തന്നെയാണ് കരുതിയത്. എന്നിരുന്നാലും ഓസ്ട്രേലിയൻ ബോളർമാരുടെ മികച്ച രീതിയിലുള്ള ബൗളിംഗ് ഇന്നിങ്സിൻ്റെ അവസാന എൻഡിലേക്ക് വന്നതിനാൽ തന്നെ സിംബാബ്വെക്ക് 169 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതിൽ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട സിംബാബ്വെയുടെ വിജയഘടകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഇറങ്ങിയ 4 ബാറ്റ്സ്മാൻമാരും സ്കോർ ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീം എഫേർട്ട്, 1-2 പേരെ ആശ്രയിക്കാതെ ഒരു ടീം എഫേർട്ട്, ഓപ്പണർ അടക്കമുള്ള 4 താരങ്ങളും സ്കോർ ചെയ്തു. ആരും അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. അവർ ഉദ്ദേശിച്ച സ്കോർ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ കാണില്ല. പക്ഷേ 169 റൺസ് എടുക്കാൻ അവർക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നു സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ അവരുടെ ആരാധകർ ഓസ്ട്രേലിയ ബാറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് സ്റ്റേഡിയത്തിൽ നൃത്തം ചെയ്ത് ആഘോഷിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഓസ്ട്രേലിയയുടെ ഓരോ വിക്കറ്റ് പോകുമ്പോഴും സെലിബ്രേഷനാണ്. ചിലപ്പോൾ പക്ഷേ അവർ പോലും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്കറിയാം ഓസ്ട്രേലിയയുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന്. ഈ വർഷത്തെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബോളിംഗ് നിര വളരെയധികം വീക്കാണ്. നമുക്കറിയാം ജോഷ് ഹേസൽവുഡ്, അതുപോലെ തന്നെ കമിൻസ്, സ്റ്റാർക്ക് റിട്ടയർ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനാൽ തന്നെ അവരുടെ ബോളിംഗ് നിര കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വീക്കാണ്. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ പറയുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയാണ്. അവരെ സംബന്ധിച്ച് ബോളിംഗ് നിര വീക്കാണോ എന്നൊന്നുമല്ല, അവരുടെ ആ കരുത്ത് എന്ന് പറയുന്ന എല്ലാ കാലത്തും അവർ കാണിച്ചിട്ടുണ്ട്. എന്നാൽ സിംബാബ്വെയുടെ ബോളിംഗ്, അവർക്ക് തുടക്കം തൊട്ട് മികച്ച പദ്ധതികളുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. സിക്കന്ദർ റാസയാണ് നമ്മളെപ്പോഴും സിംബാബ്വെ ടീം എടുത്തു കഴിഞ്ഞാൽ, പണ്ട് ഹീറ്റ് സ്ട്രൈക്കിൻ്റെയും ആൻറ്റി ഫ്ലവറിൻ്റെ ഒക്കെ പേര് പറയുമ്പം ഇപ്പോൾ സിംബാബ്വെ ടീമിൻ്റെ പേര് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ കൂടുതൽ പേരിലേക്കും സ്ട്രൈക്ക് ചെയ്യുന്ന പേര് സിക്കന്ദർ റാസയാണ്. എന്നാൽ സിക്കന്ദർ റാസ എന്ന അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളർ ഇന്ന് 2 ഓവറുകൾ മാത്രമാണ് 12. ഞാനിടയ്ക്ക് അദ്ദേഹത്തിന് പരിക്ക് വെച്ച് അദ്ദേഹം കയറി പോവുക വരെ ചെയ്തു. 2 ഓവറിൽ അദ്ദേഹം 17 റൺസ് വഴങ്ങി. എന്നാൽ അവരുടെ ടീമിലൊരു താരമുണ്ട്, ബ്ലെസ്സിംഗ് മുസർബാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരുപക്ഷെ നമ്മളിൽ പലരും അദ്ദേഹത്തിൻ്റെ മുൻ നാളുകളിലെ ബോളിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി കൂടുതൽ തിരിച്ചറിഞ്ഞ് ഈ മാച്ചിലൂടെ ആയിരിക്കും. 100 T20 വിക്കറ്റുകൾ ഇന്നത്തെ മത്സരത്തോടെ തികയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ബോളിംഗ് സൈഡിൽ 4 ഓവറിൽ 17 റൺസ് വഴങ്ങി 4 ഓസ്ട്രേലിയൻ വിക്കറ്റുകളാണ് ആ മിടുക്കനായ താരം എടുത്തത്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് ബ്ലെസ്സിംഗ് മുസർബാനി തുടക്കത്തിൽ തന്നെ ജോഷ് ഇംഗ്ലീഷ് അവരുടെ വിക്കറ്റ് കീപ്പറുടെ വിക്കറ്റ് എടുത്താണ് തുടങ്ങുന്നത്.
ശേഷം അദ്ദേഹം ടിം ഡേവിഡ്, അപകടകാരിയായ ടിം ഡേവിഡിൻ്റെ വിക്കറ്റ് വീഴ്ത്തുന്നു. അതിനിടയിൽ മാറ്റ് റൺഷോ, നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രേലിയ ഒരു വേള ജയിപ്പിക്കുമെന്ന് വരെ തോന്നിയ മാറ്റ് റൺഷോയുടെ വിക്കറ്റ് എടുക്കുന്നു. പിന്നെ അവസാനം ആദം സാംബയുടെ വിക്കറ്റ് എടുത്ത അദ്ദേഹത്തിൻ്റെ സ്പെല്ല് മനോഹരമായി അവസാനിപ്പിക്കുന്നു. ഓസ്ട്രേലിയൻ നിരയിലെ ഏറ്റവും അപകടകാരിയായ മറ്റൊരു താരമായ ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് അടക്കം നേടിയ ബ്രാഡ് ഇവാൻസിൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. 3.3 ഓവറിൽ 23 റൺസ് വഴങ്ങി 3 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി. ചുരുക്കി പറഞ്ഞാൽ സിക്കന്ദർ റസ എന്ന വേൾഡ് ക്ലാസ് താരത്തെ കാഴ്ചക്കാരനാക്കി ബ്രാഡ് ഇവാൻസും അതേപോലെ തന്നെ ബ്ലെസ്സിംഗ് മുസ്തഫാനിയും ചേർന്നൊരുക്കിയ ഒരു മനോഹരമായ ബോളിംഗ് വിരുന്നായിരുന്നു ഇന്ന് സ്റ്റേഡിയത്തിൽ തങ്ങി നിറഞ്ഞ ആളുകളെ കണ്ടത്. ഓസ്ട്രേലിയക്ക് ശരിക്കും അവരുടെ ഒന്നാമത്തെ കാലാവസ്ഥ ഓസ്ട്രേലിയ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. ചൂടിൽ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ അടക്കം വളരെയധികം എങ്ങനെയെങ്കിലും ഈ കളി ഇത് തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൂഡിലായിരുന്നു ഗ്ലെൻ മാക്സ്വെൽ ഇരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 2023 ഏകദിന ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെ ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ച താരമാണ്. അദ്ദേഹം വരെ ഇന്ന് ശരിക്കും ചൂടിനും സിംബാബ്വെ ബോളർമാർക്ക് മുമ്പിൽ തകർന്നടിച്ചു. സിംബാബ്വെയുടെ ക്യാപ്റ്റൻ എടുത്തു പറയേണ്ടതാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളൊരു താരം MS ധോണിയാണ്. MS ധോണി ചില സമയങ്ങളിൽ ഈ ഫീൽഡൊക്കെ നിയന്ത്രിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓരോ ബാറ്റ്സ്മാൻമാർക്കും ചേർന്ന രീതിയിൽ അദ്ദേഹം ഫീൽഡ് ഒരുക്കും. ഇന്ന് ഓസ്ട്രേലിയയുടെ എല്ലാ താരങ്ങൾക്കെതിരെയും അദ്ദേഹത്തിന് മനോഹരമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു. സിംബാബ്വെ മനോഹരമായ ജയം സ്വന്തമാക്കി. ഈ ജയം സ്വന്തമാക്കുമ്പം നമ്മൾ അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പോയിൻറ്റ്സ് ടേബിളാണ്. ശ്രീലങ്ക, ഓസ്ട്രേലിയ, സിംബാബ്വെ, അയർലൻഡ്, ഒമാൻ അടങ്ങുന്ന ഗ്രൂപ്പ് ബിയിലാണ് ഓസ്ട്രേലിയ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ശ്രീലങ്ക ഇതിനോടകം 2 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞു. സിംബാബ്വെ അവർ കളിച്ച 2 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഓസ്ട്രേലിയ 2 മത്സരങ്ങളിൽ 1 ജയം, ഇപ്പോൾ 1 തോൽവി. ഇനി അവർക്ക് ശ്രീലങ്കയ്ക്കെതിരെ ഒരു മത്സരം ബാക്കി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒമാനെതിരെയും ഒരു മത്സരം ബാക്കി കിടപ്പുണ്ട്. ഇതിൽ ഒമാനെതിരെ ഒരുപക്ഷെ അവർ ജയിച്ചു കയറിയേക്കാം. പക്ഷേ ശ്രീലങ്ക അവരുടെ നാട്ടിൽ വളരെ അപകടകാരിയായ ടീമാണ്. സ്പിന്നർമാർ അവരെ വശം കെടുത്തുന്ന രീതിയിലുള്ള ബോളിംഗാണ് നടത്തുന്നത്. ഒരുപക്ഷെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് എക്സിറ്റാണ് ഉറപ്പായിട്ടും ഇത്തവണ ഓസ്ട്രേലിയ കാത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഇനി ശ്രീലങ്ക, പിന്നെ ഉള്ളത് ഒമാനാണ്. ഒമാനോട് ജയിക്കുമെന്ന് നമുക്ക് കരുതാം. ശ്രീലങ്കയോട് ഒരു മത്സരമാണ്, എന്ത് വേണമെങ്കിലും ചിലപ്പോൾ സംഭവിച്ചേക്കാം. സിംബാബ്വെ സംബന്ധിച്ചിടത്തോളം ഇനി ആരൊക്കെയാണ് അവർ നേരിടാനുള്ളത്? അതിൽ എത്രത്തോളം ജയം സാധ്യത? സിംബാബ്വെ സംബന്ധിച്ച് 2 എതിരാളികളാണ് ഇനി ബാക്കിയുള്ളത്. ഒന്ന് അയർലൻഡാണ്, അതുപോലെ തന്നെ ശ്രീലങ്കയാണ്. സിംബാബ്വെ ഇതിനകം ഓസ്ട്രേലിയക്കെതിരെയുള്ള ജയിച്ചതുകൊണ്ട് തന്നെ ഇനി ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പോലും അവരുടെ സാധ്യതയെ അത് ബാധിക്കില്ല. ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ട് അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാം. അയർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ അവർ ജയിച്ച് കയറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഇന്നത്തെ ഈ ഫോമിൽ അവർ കളിക്കുകയാണെങ്കിൽ അവർ അയർലൻഡിനെതിരെ ജയിക്കും. അപ്പോൾ 3 ജയമായി. അപ്പോൾ ഓസ്ട്രേലിയ അടുത്ത 2 കളി ജയിക്കണം. സിംബാബ്വെ പരാജയപ്പെടും, റൺ റേറ്റിൽ പിന്നിൽ പോകുകയും വേണം. അപ്പം അങ്ങനെ ഒരു വളരെ ഒരു എന്താ പറയുക സങ്കീർണത നിറഞ്ഞ ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ബി മാറിയിരിക്കുകയാണ്. ടൈറ്റായി. നമ്മൾ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്രൂപ്പ് എ ഇന്ത്യ, പാകിസ്ഥാൻ, നെതർലാൻഡ്സ്, USA, നമീബിയ ടീമുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യ, പാകിസ്ഥാൻ സാധാരണഗതിയിൽ അടുത്ത റൗണ്ടിലേക്ക് മറ്റു ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ കടന്നു പോകും. ഗ്രൂപ്പ് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ്, സ്കോട്ട്ലൻഡ്, ഇറ്റലി, ഇംഗ്ലണ്ട്, നേപ്പാൾ ടീമുകളാണ്. അവിടെ വളരെ രസമാണ്. ഇംഗ്ലണ്ട് ഇനി ഒരു മത്സരത്തിൽ കൂടി പരാജയപ്പെട്ടാൽ ഓസ്ട്രേലിയയുടെ അതേ ഗതി തന്നെയാണ് ഇംഗ്ലണ്ടിനെയും കാത്തിരിക്കുന്നത്. കാരണം ഇംഗ്ലണ്ട് വളരെ ഇതായിട്ട് വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റു. അവരെ ആദ്യത്തെ മത്സരത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. നമ്മൾ ഈ സീരീസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ടിന് ഭീഷണിയാവുന്ന അവരുടെ ബോളിംഗ് നിര തന്നെയാണ്. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ജോഫ്ര ആർച്ചറൊക്കെ അട്ടി മേടിച്ച് കൂട്ടുവാണ്. അവർക്ക് ഒരു ബോളറെ പോലും വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവരുടെ കാര്യങ്ങൾ. ഗ്രൂപ്പ് ഡി ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, UAE, അഫ്ഗാനിസ്ഥാൻ, കാനഡ. ഇതിൽ മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് മാർച്ച് ചെയ്യും. ഇങ്ങനെയാണ് നിലവിലത്തെ സ്ഥിതി. നാളെ ഇതൊരു പക്ഷേ ഈ ഇന്നത്തെ സിംബാബ്വെയുടെ അട്ടിമറി പോലെ നാളെ ഒരു അട്ടിമറി ഉണ്ടായാൽ ഇതെല്ലാം താളം അറിയാം. എങ്കിലും ഇതൊക്കെയാണ് നിലവിൽ ഗ്രൂപ്പുകളുടെ സ്ഥിതി. എന്നിരുന്നാലും ഇന്നത്തെ സിംബാബ്വെ ഓസ്ട്രേലിയ മത്സരം ശരിക്കും നമ്മൾ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഒരു വിരുന്ന് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ICC 20 ടീമുകൾ അടങ്ങിയ ഒരു ടൂർണമെൻ്റ് ആക്കി ഈ വർഷത്തെ T20 ലോകകപ്പിനെ മാറ്റിയത് എന്ന് നമുക്കറിയില്ല. അതിൻ്റെ സ്വീകാര്യത കൂട്ടാനൊക്കെ ആയിരിക്കും. പക്ഷേ ആ തീരുമാനത്തിന് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഇത്രയും ആവേശകരമായിട്ടുള്ള ഒരു ലോകകപ്പ് ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. അസോസിയേറ്റ് രാജ്യങ്ങളുടെ പോരാട്ട വീര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മനോഹരമായിട്ടാണ് അവരെ കളിക്കുന്നത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക്
കാണാം എന്ത് സംഭവിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതായത് അവസാന പുറത്താകുമെന്ന ഘട്ടത്തിൽ നിന്ന് ലോകകപ്പ് നേടിയവരാണ് ഓസ്ട്രേലിയക്കാർ. അതുകൊണ്ട് നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ്. അതെ അതെ അതെ.